നമുക്കിനി ഗ്രീക്ക് സിവിലൈസേഷൻ്റെ മൂന്നാമത്തെ യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എൻഡ് ഓഫ് ഗ്രീക്ക് കൾച്ചർ. ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ഒരു അവസാനത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 3-ൽ. 2 യുദ്ധങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. പേർഷ്യൻ വാർസും പെലപ്പനേഷ്യൻ വാർസും. പേർഷ്യൻ യുദ്ധവും പെലപ്പനേഷ്യൻ യുദ്ധവുമാണ് ഈ എൻഡിലേക്ക് നയിക്കുന്ന 2 യുദ്ധങ്ങളായിട്ട് പറയുന്നത്. പേർഷ്യൻ വാർസ് എന്ന് പറഞ്ഞാൽ പേർഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഇന്തോ യൂറോപ്യൻ റേസിൽ വരുന്ന ഇതിൽ വരുന്ന വിഭാഗത്തിൽ വരുന്ന ആൾക്കാരാണ് പേർഷ്യൻസ് എന്ന് പറയുന്നത്. ഇറാനിലെ നോർത്തേൺ ഭാഗത്ത് ഇന്നത്തെ ഇറാന്റെ നോർത്തേൺ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാരാണ് പേർഷ്യൻസ് എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ജനിച്ചൊരു പ്രധാനപ്പെട്ട കോൺഗുറർ ആയിരുന്നു സൈറസ് എന്ന് പറയുന്നത്. സൈറസിനെ പല ഹിസ്റ്റോറിയൻസും അലക്സാണ്ടറുമായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ടുണ്ട്. അലക്സാണ്ടർ ദി ഗ്രേറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. സൈറസ് അധിക സ്ഥലങ്ങളും കോൺഗുർ ചെയ്ത് പിടിച്ചടക്കണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. അതിനുവേണ്ടി ശ്രമിക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത ആളാണ് സൈറസ് എന്ന് പറയുന്നത്. 550 BC അദ്ദേഹം മെഡസ് എന്ന് പറയുന്ന റീജിയൻ കോൺഗോർ ചെയ്ത് കൂടെ ചേർക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് പിന്നീട് ബാബിലോൺ അദ്ദേഹം കീഴടക്കി. 539 BC ഏഷ്യൻ മൈനറിലെ ബാബിലോൺ അദ്ദേഹം കീഴടക്കി. അങ്ങനെ മെസപ്പൊട്ടാമിയയുടെ ഒരു റീജിയൻ അദ്ദേഹം കൈയടക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു യൂറോപ്പിന്റെ സൈഡിലേക്ക് കടന്നു കയറാൻ തുടങ്ങുകയാണ് സൈറസ്. അങ്ങനെ കടന്നു കയറിയിട്ട് ഈ വാസ് നോൺ ആസ് വൺ ഓഫ് ദി ഗ്രേറ്റ് കോൺഗുറേഴ്സ് ഇൻ ദി വേൾഡ് ഹിസ്റ്ററിയിൽ ഒരു വലിയ കോൺഗുറർ ആയിട്ട് അറിയപ്പെടുന്നതാണ് സൈറസ് എന്ന് പറയുന്നത്. പക്ഷെ 529 BC അദ്ദേഹം മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഒരു വലിയ കോൺഗുറർ ആണെങ്കിലും അദ്ദേഹത്തിന് ആ ഒരു കോൺഗുർ ചെയ്ത് നേടിയ സ്ഥലങ്ങൾ കൂട്ടി യോജിപ്പിക്കാനുള്ള സമയം കിട്ടിയില്ല. അതിന് മുമ്പേ മരിച്ചുപോയി. അതാണ് പറയുന്നത്. അപ്പോൾ അതാണ് സൈറസിന്റെ ഒരു ഇത്. അപ്പൊ സൈറസിലൂടെയാണ് ഈ ഒരു കോൺഗോറിങ് എന്ന് പറയുന്ന സംഭവം പേർഷ്യൻസ് തുടങ്ങുന്നത്. അതിനുശേഷം സൈറസിന്റെ അടുത്തൊരു പിൻഗാമിയായിരുന്നു ഡാരിയസ് ഒന്നാമൻ. 521 to 485 BC ജീവിച്ചിരുന്ന ഡാരിയസ് ഒന്നാമൻ ഈ സൈറസ് കോൺഗർ ചെയ്ത സ്ഥലങ്ങളൊക്കെ കൂട്ടി യോജിപ്പിക്കാനും ഒക്കെ തുടങ്ങി. ആ കാലഘട്ടത്തിൽ ഡാരിയസ് ഒന്നാമന്റെ സമയത്ത് ഈ ഒരു പേർഷ്യൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. നോർത്തിൽ കാസ്പിയൻ ആൻഡ് ബ്ലാക്ക് സീ വരെ, ഈസ്റ്റ് കിഴക്ക് ഭാഗത്ത് ഇന്ത്യൻ ബോർഡറാണ് കിഴക്ക് ഭാഗത്ത് ഇന്ത്യയുടെ പല ബോർഡറുകളും കൈയടക്കി. വെസ്റ്റ് പടിഞ്ഞാറൻ ഭാഗത്ത് സിറിയ, അങ്ങനെ മെസപ്പൊട്ടാമിയ റീജിയൻസ്, അങ്ങനെ ഒരുപാട് റീജിയൻസ് അപ്പോൾ ഒരു വാസ്റ്റ് എംപയർ ആയിട്ട് ഡാരിയസിന്റെ സമയത്ത് പേർഷ്യൻ എംപയർ മാറിയിട്ടുണ്ടായിരുന്നു. ഡാരിയസ് അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന് വിവിധ പ്രവിശ്യകളായിട്ട് തരംതിരിച്ചു. അതിനെ സത്രാബീസ് എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹം പ്രവിശ്യകളെ വിളിച്ചിരുന്ന പേരാണ് സത്രാബീസ് എന്ന്. ഈ ഓരോ സത്രാബീസിനും ഓരോ ഗവർണർ ഉണ്ടായിരിക്കും. സത്രപ് എന്നാണ് ഗവർണറെ പറയുക. അപ്പോൾ ഓരോ സത്രാബീസ് ഉണ്ടാക്കി, അതായത് പ്രൊവിൻസ് ഉണ്ടാക്കി, ഓരോ പ്രൊവിൻസിനും ഓരോ ഗവർണറെ വിളിക്കുക സത്രപ് എന്നാണ്. ഇനി ഇതിനൊക്കെ ലിങ്ക് ചെയ്യിക്കാൻ വേണ്ടി റോഡുകൾ നിർമ്മിക്കുക. പിന്നെ പോസ്റ്റൽ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുതിരപ്പുറത്ത് ദൂതൻ അയക്കുന്ന രീതിയാണ് പോസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ പോസ്റ്റൽ സിസ്റ്റം ഉണ്ടാക്കി. ഇതിനോടൊപ്പം തന്നെ നാവിഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനും, കാരണം പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുക, ഇതിനൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഡാരിയസ് എന്ന് പറയുന്നത്. ഈ ഡാരിയസിന്റെ സമയത്ത് തന്നെ ഈ ഗ്രീക്ക് പേർഷ്യൻ കോൺഫ്ലിക്റ്റ്, ഗ്രീസിനെയായിട്ട് പേർഷ്യക്കാർ കോൺഫ്ലിക്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പേർഷ്യക്കാരുടെ ഇപ്പോൾ വരുന്നൊരു ഡൊമിനേഷൻ ഉണ്ടല്ലോ, ഒരു ഉയർച്ച, അതിലാണ് ഗ്രീസിനെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഏതൻസ് മറ്റ് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സിനോട് കമ്പയിൻ ചെയ്യുകയും അവർ കൂടിയിട്ട് ഇതിനെങ്ങനെ നേരിടണം എന്നൊക്കെ നോക്കിയിരുന്നു. അങ്ങനെ നിരന്തരമായിട്ട് കോൺഫ്ലിക്ട്സ് അവസാനം മാരത്തോൺ എന്ന് പറഞ്ഞ ഗ്രീസിലെ മാരത്തോൺ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു ബാറ്റിലായിട്ട് മാറി, ഒരു യുദ്ധമായിട്ട് മാറി. ഈ യുദ്ധത്തിലും പേർഷ്യന്റെ ആർമിയും ഏതൻസിന്റെ ആർമിയും തമ്മിൽ ഏറ്റുമുട്ടുകയും, ഏതൻസിന്റെ ആർമി എന്ന് പറഞ്ഞാൽ ആ കാലത്തുള്ള ഗ്രീസിലെ മറ്റ് സിറ്റി സ്റ്റേറ്റ്സും കൂടെ ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് പേർഷ്യൻസ് ആണ് ജയിക്കുന്നത്. പേർഷ്യൻ വിക്ടറിയാണ് ഉണ്ടാവുന്നത്. ഇതിൽ ഡാരിയസ് ഫസ്റ്റത്തെ യുദ്ധം മാരത്തോണിൽ വെച്ച് നടന്നു. അതിൽ കംപ്ലീറ്റ് ആയിട്ട് പേർഷ്യക്കാർ തോറ്റു. പിന്നെ ഡാരിയസ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒന്നുകൂടെ ഒരു ശ്രമം നടത്തി. ആ ശ്രമത്തിൽ ഏതൻസിനായിട്ടുള്ള യുദ്ധത്തിൽ ഡാരിയസ് മരിക്കുകയാണ് ചെയ്യുന്നത്. ഡാരിയസിന് ശേഷം, അപ്പൊ ഈ ഒരു യുദ്ധം പേർഷ്യൻ വാർസിന്റെ ഒരു ഭാഗമാണ്. അടുത്തത് ഡാരിയസിന് ശേഷം അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള സെർക്സസ് ആണ് വരുന്നത്. XERXES സെർക്സസ് ആണ് അധികാരത്തിലേക്ക് വരുന്നത്. ഈ ഡാരിയസ് ഒക്കെ തുടങ്ങി വെച്ചിട്ടുള്ള പേർഷ്യൻ ഏതൻ യുദ്ധം, ഗ്രീസ് യുദ്ധം ആര് കണ്ടിന്യൂ ചെയ്തു? സാരിയസും കണ്ടിന്യൂ ചെയ്തു. ആ സമയത്ത് ഏതൻസിന്റെ സിറ്റി സ്റ്റേറ്റ്സും
ഗ്രീസിലെ മറ്റ് സിറ്റി സ്റ്റേറ്റ്സ്, അതായത് ആഥൻസ്, സ്പാർട്ടൻസ് തുടങ്ങിയവരൊക്കെ ഒരുമിച്ച് ചേർന്നു. സ്പാർട്ടൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സ്പാർട്ടൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ മിലിറ്ററി ഗ്യാങ് തന്നെയാണ്, മിലിറ്ററി ഗ്രൂപ്പ് തന്നെയാണ്. അപ്പൊ സ്പാർട്ടൻസിന്റെ ഒരു വരവ് ശരിക്കും പറഞ്ഞാൽ ഗ്രീസിന് വലിയൊരു പിൻബലാണ് നൽകുന്നത്. അപ്പൊ അങ്ങനെ അവരൊരു ജോയിന്റ് ആയിട്ടുള്ള ഒരു ലീഗ് തുടങ്ങി. ഒരു ജോയിന്റ് ആയിട്ടാണ് ഇവരൊക്കെ കൂടെ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് ഒരുമിച്ചാണ് പേർഷ്യനെ നേരിട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പേർഷ്യൻസിന് ഗ്രീസിലേക്ക് കടക്കാനുള്ള ഒരു പാസ്, ഒരു ചുരമായിരുന്നു തെർമോപൈലെ എന്ന് പറയുന്ന ഒരു ചുരം. ആ ചുരത്തിന്റെ അവിടെ ഒരു 10,000-ഓളം ഗ്രീസ് ആർമി ചെന്നിട്ട് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് പേർഷ്യൻസിന്. അപ്പോൾ അവർക്ക് കടക്കാനുള്ള ഒരു മെയിൻ ചുരം ആര് ബ്ലോക്ക് ചെയ്തു? ഗ്രീസ് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പേർഷ്യൻസ് അങ്ങോട്ട് കടക്കില്ല എന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷേ ഗ്രീസിന്റെ തന്നെ ഒരു ചോർത്തിയ ഒരു വ്യക്തിയാണ്, ഗ്രീസിന്റെ തന്നെ ഒരാൾ ചോർത്തി കൊടുക്കുക എന്തോ ചെയ്തിട്ട് പേർഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റി? വേറൊരു വഴി കണ്ടെത്തുകയും, അതായത് മുന്നിൽ നിന്നല്ലാതെ പിന്നിൽ നിന്ന് പേർഷ്യൻസ് ഇവരെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവര് പേർഷ്യൻസ് വരുമെന്ന് വിചാരിക്കുന്ന വഴി ഇവർ ബ്ലോക്ക് ചെയ്തു, ഗ്രീക്കുകാർ ബ്ലോക്ക് ചെയ്തു. പക്ഷെ ഗ്രീക്കുകാർ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് വേറൊരു വഴിയിലൂടെയാണ് പേർഷ്യക്കാർ വരികയും പിന്നിൽ നിന്ന് അറ്റാക്ക് ചെയ്തിട്ട് ഇവരെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. ഗ്രീക്ക് ആർമീനെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെ ആ വിജയം അധിക നേരം നീണ്ടു നിന്നില്ല. അടുത്തത് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവിടുത്തെ പേർഷ്യയുടെ നേവൽ ആർമീനെ ആര് തോൽപ്പിക്കുന്നുണ്ട്? ഗ്രീക്ക് ആർമി തോൽപ്പിക്കുന്നുണ്ട്. ഗ്രീക്ക് ആർമി തോൽപ്പിക്കുകയും അങ്ങനെ സെറസിനെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഒന്ന് പേർഷ്യൻ വിജയിച്ചെങ്കിലും പിന്നീട് അധികം വൈകാതെ തന്നെ ഗ്രീസ് ആർമി അത് തിരിച്ചെടുക്കുന്നുണ്ട്. ആ വിജയം ഇല്ലാതാക്കുകയും ഗ്രീസ് ആർമി വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. സെർസസ് മരിക്കുകയും ചെയ്യുന്നുണ്ട്. സെർസസിന് ശേഷം പിന്നീട് അവിടെ ഒരു പേർഷ്യയിലെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു റൂൾസ് വന്നിട്ടില്ല. പിന്നീട് പേർഷ്യയുടെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺകറും കാര്യങ്ങളായിട്ട് പേർഷ്യൻ എംപയർ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഏഥൻസും സ്പാർട്ടൻസും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് ഒരുമിച്ച് നിന്നുകൊണ്ട് പേർഷ്യന്റെ മീത് നടത്തിയിട്ടുള്ള വിജയമാണ് പേർഷ്യൻ വാർസിൽ ഉള്ളത്. പക്ഷെ അതിനുശേഷം അടുത്തതായിട്ട് പെലപ്പനേഷ്യൻ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചു ഡാരിയസിന്റെ യുദ്ധം നടക്കുന്ന സമയത്ത് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് ഒരുമിച്ച് നിന്നു എന്ന് പറഞ്ഞല്ലേ. ഈ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് ഒരുമിച്ച് നിന്നപ്പോൾ അവരൊരു ലീഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ലീഗിനെ ഡെലിയൻ ലീഗ് എന്നാണ് പറയുക. DELIAN ഡെലിയൻ ലീഗ് എന്നാണ് അറിയപ്പെട്ടത്. ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ലീഗാണ് ഡെലിയൻ ലീഗ് എന്ന് പറയുന്നത്. ഈ പേർഷ്യന്റെ മീതുള്ള വിജയത്തിന് ശേഷം ഈ ഡെലിയൻ ലീഗ് പിരിച്ചുവിട്ടിട്ടില്ല. ഏത് നിമിഷം ഒരു അറ്റാക്ക് വരും എന്നുള്ള പേടി കാരണം ഡെലിയൻ ലീഗ് പിരിച്ചുവിട്ടില്ല. അപ്പൊ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് ഒരുമിച്ചുള്ള ലീഗ് നിലനിർത്തി. പക്ഷേ ഏഥൻസ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഥൻസ് ഈ അവസരം മുതലാക്കിക്കൊണ്ട് ഒരു ഇമ്പീരിയൽ പവർ ആയിട്ട് മറ്റ് സിറ്റി സ്റ്റേറ്റ്സിന്റെ മീത് പ്രവർത്തിക്കാൻ തുടങ്ങി. ഏഥൻസ് ബിക്കേം ആൻ ഇമ്പീരിയൽ പവർ. മറ്റ് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സിനെ അവരുടെ കീഴിൽ കൊണ്ടുവന്നു. അവരുടെ വാസൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീഴിൽ നിൽക്കുക. അപ്പോൾ മറ്റ് സിറ്റി സ്റ്റേറ്റ്സിന് ഏഥൻസ് അവരുടെ കീഴിൽ നിർത്താൻ വേണ്ടിയിട്ട് ഈ ഡെലിയൻ ലീഗിനെ ഉപയോഗിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പം അത്തരത്തിൽ ഈ ഡീലിയൻ ലീഗിലെ ഡീലിയൻ ലീഗിൽ കുറെ ആർമികളുണ്ട്. ആ ആർമീനെയൊക്കെ ഏഥൻസ് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ നേവൽ ആർമി ആയിട്ടൊക്കെ ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ തുടങ്ങി. അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് ആയിട്ടുള്ള മറ്റ് സിറ്റി സ്റ്റേറ്റ്സിനെ ഭരിക്കുന്ന ഒരു രീതി വന്നു. അപ്പൊ ഇത് കുറച്ചു കാലം തുടർന്നപ്പോൾ സ്പാർട്ടൻസ് ഏഥൻസിന്റെ പോലെ തന്നെ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് ആയിട്ടുള്ള സ്പാർട്ടൻസിന് ഏഥൻസിന്റെ ഈ രീതികൾ പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഏഥൻസ് അവരെയൊക്കെ മറ്റ് സിറ്റി സ്റ്റേറ്റ്സിനെയൊക്കെ അവരെ കീഴിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്ന് സ്പാർട്ടൻസിന് മനസ്സിലായി. ഈ ഏഥൻസും സ്പാർട്ടൻസും തമ്മിൽ പണ്ട് മുതൽക്കേ ശത്രുക്കളായിട്ടുള്ള രണ്ട് സ്ഥലങ്ങളാണ്. രണ്ട് കൾച്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഏഥൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കൾച്ചർ, സ്പാർട്ടൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മിലിറ്ററി ആണ്. അപ്പൊ രണ്ട് കൾച്ചർ ആയതുകൊണ്ട് തന്നെ രണ്ട് സംസ്കാരങ്ങളായതുകൊണ്ട് തന്നെ ഏഥൻസ് സ്പാർട്ടൻസ് പണ്ട് മുതൽക്കേ കോൺഫ്ലിക്റ്റ് ഉള്ള രണ്ട് സിറ്റി സ്റ്റേറ്റ് ആണ് ഗ്രീസിൽ. അപ്പം ആ ഒരു വൈരാഗ്യം കൂടെ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി, പുറത്തേക്ക് വരാൻ തുടങ്ങി. അപ്പൊ പേർഷ്യൻ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഏഥൻസും സ്പാർട്ടൻസും ഒരുമിച്ച് നിന്നെങ്കിലും അതിനുശേഷം എന്തായി, ഏഥൻസിന്റെ ഈ ഒരു അധികാരം കാണിക്കൽ കാരണം സ്പാർട്ടൻസും ഏഥൻസും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ കാരണമായി. ഈ രണ്ട് സിറ്റി സ്റ്റേറ്റും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധം, ഏഥൻസും സ്പാർട്ടൻസും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധത്തിനെയാണ് പെലപ്പനേഷ്യൻ വാർ എന്ന് പറയുന്നത്.
പെലപ്പനേഷ്യൻ വാർ. അത് നടക്കുന്നത് 431 BCE-യിലാണ്. 431 BCE-യിൽ ഗ്രീസിൽ ഏതൻസും സ്പാർട്ടൻസും തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഒരു 404 BCE വരെ, 431 BCE to 404 BCE വരെ ഈ ഒരു യുദ്ധം പെലപ്പനേഷ്യൻ വാർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. ഇതിൽ ഏതൻസ് തോൽക്കുകയാണ് ഉണ്ടാകുന്നത്, സ്പാർട്ടൻസ് വിജയിക്കുകയാണ് ചെയ്യുന്നത്. സ്പാർട്ടൻസ് വെച്ചാൽ മിലിറ്ററിക്ക് വേണ്ടി മാത്രമുള്ള സ്ഥലം. അപ്പൊ ഏതൻസ് സ്വാഭാവികമായും തോൽക്കുകയും സ്പാർട്ടൻസ് വിജയിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാവുക. ഈ യുദ്ധം നടക്കുന്നത് പെലപ്പനേഷ്യ എന്ന് പറയുന്ന ഒരു സിറ്റി സ്റ്റേറ്റിലാണ്. പെലപ്പനേഷ്യ എന്ന് പറഞ്ഞ സിറ്റി സ്റ്റേറ്റിലാണ് ഈ യുദ്ധം നടക്കുന്നത്. അതിന് വേണ്ട സപ്പോർട്ട് നൽകുന്നത് സ്പാർട്ടൻസ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ പെലപ്പനേഷ്യൻ വാർ എന്ന് പറയുന്നത്. ഇതിൽ ഏതൻസ് തോറ്റോട് കൂടി തന്നെ അവരുടെ നാവി, ഏതൻസിന്റെ നാവി കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്തു പോയി. പിന്നീട് കുറച്ചു കാലം സ്പാർട്ടൻസിനായിരുന്നു കൂടുതൽ റോൾ ഉണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു സ്പാർട്ടൻസ് എന്ന് പറഞ്ഞ എന്താണ്, ആർട്ട്, അങ്ങനത്തെ പെയിന്റിങ്, ആർട്ടായിട്ടുള്ള ഒരു സംഭവങ്ങൾക്ക്, പെയിന്റിങ് ആയിക്കോട്ടെ, സംഗീതം ആയിക്കോട്ടെ, ഇതിനൊന്നിനും കൂടുതൽ പ്രാധാന്യം നൽകാത്ത ആൾക്കാരാണ് സ്പാർട്ടൻസ്. അതുകൊണ്ട് തന്നെ ഗ്രീക്കിന്റെ ഒരു കൾച്ചർ എന്ത് ചെയ്യാൻ തുടങ്ങി, കുറഞ്ഞു വരാനും തുടങ്ങി. ഇങ്ങനെയാണ് ഒരു ഗ്രീക്ക് കൾച്ചർ, ആദ്യകാലത്തിലുണ്ടായിരുന്ന ഗ്രീക്ക് കൾച്ചർ താഴ്ന്നു വരികയും എൻഡ് ഉണ്ടായി എന്ന് പറയാൻ കാരണം 2 യുദ്ധങ്ങളാണ്, പേർഷ്യൻ വാറും പെലപ്പനേഷ്യൻ വാറും. ഇത്രയാണ് നമുക്ക് യൂണിറ്റ് 3 ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.